നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 2026 ആണ്ട് ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള വർഷമാണ്. വ്യാഴം പതിവിന് വിപരീതമായി 3 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. മാത്രമല്ല, രാഹുകേതുക്കൾ മുതലായ വളരെ പ്രാധാന്യമുള്ള ഗ്രഹങ്ങൾ രാശി മാറുകയും വ്യാഴം മുതലായ ഗ്രഹങ്ങൾ വക്രഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. സപ്ത താരാഗ്രഹങ്ങളുടെ നക്ഷത്ര സഞ്ചാരവും വക്രസ്ഥിതിയും മറ്റും വളരെ വിശദമായി അപഗ്രഥിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന കൊല്ലവർഷം 2026 ആണ്ടിൽ മീനക്കൂറുകാരായ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതകയോഗങ്ങളും നക്ഷത്രദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ്. അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും, അത് നല്ലതായാലും ചീത്തയായാലും, നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. ഉത്രട്ടാതി നക്ഷത്രം മീനം രാശിയിലാണ് വരുന്നത്. ഇവർക്ക് പുതുവർഷത്തിൽ ശനി ജന്മഭാവത്തിലും വ്യാഴം 4, 5 ഭാവങ്ങളിലും കേതു 6, 5 എന്നീ ഭാവങ്ങളിലും രാഹു 12, 11 എന്നീ ഭാവങ്ങളിലും സ്ഥിതി ചെയ്യുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ശനിയുടെയും വ്യാഴത്തിന്റെയും രാഹുവിന്റെയും അനുകൂല ഭാവത്തിലല്ലാത്ത സ്ഥിതി നിമിത്തം ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ്. ഇവർ പലപ്പോഴും സ്വന്തം കാര്യം നടത്താനായി സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ബന്ധുജനങ്ങളുടെ ചികിത്സ ആവശ്യത്തിനായി, അതല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ധനം ചെലവഴിക്കുകയും എന്നാൽ അവരിൽ നിന്നും പഴി കേൾക്കേണ്ടതായോ അല്ലെങ്കിൽ അത് നിമിത്തം വളരെ വലിയ ധനനഷ്ടമോ സംഭവിച്ചിട്ടുണ്ടാകും. ഇവർ ജോലി സംബന്ധമായോ അതല്ലെങ്കിൽ ജോലി അന്വേഷിച്ചോ സ്വന്തം വീടും വീട്ടുകാരെയും വിട്ട് ദൂരെ പോയി മാറി താമസിക്കേണ്ട സ്ഥിതിവിശേഷവും ജോലിയിൽ മാനസികമായ പ്രയാസങ്ങളും കലഹങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ ഇത്തരം ദോഷങ്ങൾക്ക് പരിഹാരം എന്നോണമാണ് ഇവർക്ക് പുതുവർഷം കടന്നു വരാൻ പോകുന്നത്. പുതുവർഷത്തിലെ ഗ്രഹസ്ഥിതികൾ അപഗ്രഥിക്കുമ്പോൾ ഇവരുടെ വ്യക്തിത്വം, ആരോഗ്യം, തീരുമാനം, ചെലവ്, വിദേശബന്ധം, ഏകാന്തത, മക്കൾ, ബുദ്ധി, പ്രണയം, പൂർവപുണ്യം, ശത്രു, കടം, രോഗം, മത്സരങ്ങൾ, കുടുംബം, വീട്, സുഖം എന്നീ കാര്യങ്ങളിൽ സപ്തതാരാഗ്രഹങ്ങൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതായി കാണപ്പെടുന്നു. വ്യാഴം ജൂൺ 2-ാം തീയതി വരെ 4-ാം ഭാവത്തിലും അതിനുശേഷം 5-ാം ഭാവത്തിലും വർഷാവസാനം 6-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ വരും വർഷത്തിൽ സാമ്പത്തിക രംഗം അനുകൂലമായിരിക്കും. 11-ാം ഭാവാധിപന്റെ ദൃഷ്ടി 11-ാം ഭാവത്തിൽ ഇല്ലാത്തത് ധനപരമായ കാര്യങ്ങളിൽ അല്പം കുറവ് വരുത്തുമെങ്കിലും 5-ാം ഭാവത്തിലെ വ്യാഴം പൂർവപുണ്യത്തിലൂടെ ലാഭം നൽകും. ഇവർ തന്റെ സംസാരത്തിന്റെ വശീകരണ ശക്തിയാൽ ഒരുപാട് ആൾക്കാരെ തന്റെ സുഹൃത്തുക്കളാക്കി മാറ്റുകയും അതല്ലെങ്കിൽ ശബ്ദം ഉപയോഗിച്ച് എന്തെങ്കിലും ജോലികളോ മറ്റോ ചെയ്ത് ധനം സമ്പാദിക്കാൻ ഇടവരികയും ചെയ്യുന്നതാണ്. എന്നിരുന്നാലും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും മറ്റും ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത്തരം തർക്കങ്ങൾ സോഷ്യൽ മീഡിയ വഴി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തിയേക്കാം. രാഹു 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനിയന്ത്രിതമായ ചെലവുകൾക്ക് കാരണമായേക്കാം. വിദേശയാത്രകൾ, ആഡംബരം അല്ലെങ്കിൽ രഹസ്യമായ നിക്ഷേപങ്ങൾ എന്നിവയ്ക്കായി പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഭൂമി, വാഹനം എന്നിവയിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. ജൂൺ മുതൽ ഓഹരി വിപണി അല്ലെങ്കിൽ ബുദ്ധിപരമായ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാൻ അനുകൂലമായ സമയമല്ല. പിതൃസ്വത്തിനെ ചൊല്ലി ചില തർക്കങ്ങളും കലഹങ്ങളും മറ്റും വന്നു ഭവിച്ചേക്കാം.
അതിനാൽ തന്നെയും തന്റെ അവകാശം നേടിയെടുക്കുന്നതിനായി ചില കോടതി വ്യവഹാരങ്ങളോ മധ്യസ്ഥ ചർച്ചകളോ നടത്തുന്നതിനും വരുന്ന വർഷത്തിൽ ഇടയാകും. വിവാഹ സംബന്ധിയായി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ചു വേണം നടപ്പിലാക്കുവാൻ. അതല്ലെങ്കിൽ പിന്നീട് ഒരു കാലത്ത് ദുഃഖിക്കേണ്ടതായ അവസ്ഥകൾ പോലും ഉണ്ടാകാവുന്നതാണ്. താൻ പ്രണയിക്കുന്ന ആളുടെ സ്വഭാവത്തെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത് വരുന്ന പ്രശ്നങ്ങളെയെല്ലാം ഒഴിവാക്കാനായി ഒരു പരിധിവരെ സഹായിക്കും. ഇപ്രകാരമാണെങ്കിലും വിവാഹം നടക്കുന്നതിന് വളരെ അനുകൂലമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ വിദ്യാസംബന്ധിയായി ചില തടസ്സങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അലസതയും മത്സര പരീക്ഷകളിൽ വിചാരിച്ച രീതിയിൽ തിളങ്ങാൻ സാധിക്കാതെ വരികയും താൻ ആഗ്രഹിച്ച വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ പോകുകയുമെല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷനായി പോകുന്നതിന് മുൻപായി അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ പാൽപായസം വഴിപാട് കഴിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ച ശേഷം പോകുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഈ വരുന്ന ഒരു വർഷക്കാലം ഇവർ നിത്യവും സരസ്വതി മന്ത്രങ്ങളോ ഹയഗ്രീവ മന്ത്രങ്ങളോ ദക്ഷിണാമൂർത്തിയുടെ മന്ത്രങ്ങളോ മറ്റോ നിത്യവും ചൊല്ലുന്നതും വിദ്യാ തടസ്സമെല്ലാം നീങ്ങി പഠനത്തിൽ മിടുക്കനാകാനും മറ്റും സഹായിക്കുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീർപ്പുണ്ടാകും. തൊഴിലിൽ സ്ഥിരത നിലനിർത്താൻ സാധിക്കും. വ്യാഴം 5ാം ഭാവത്തിൽ വരുന്നതോടെ സർഗാത്മകവും ബുദ്ധിപരവുമായ ജോലികളിൽ വലിയ നേട്ടമുണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. വ്യാഴം ജൂൺ മാസം മുതൽ 5ാം ഭാവത്തിൽ വരുന്നത് ഇവർക്ക് ജോലി സംബന്ധമായി പ്രമോഷനും മറ്റും ലഭിക്കുന്നതിനും തന്റെ വീടിനടുത്തുള്ള ജോലിസ്ഥലം വിട്ട് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ വീട്ടിൽ വരാവുന്ന രീതിയിൽ ഒരൽപ്പം ദൂരെ പോയി ജോലി ചെയ്യേണ്ടതായ സ്ഥിതിയും ഉണ്ടായേക്കാം. അത് നിമിത്തം ഭാര്യയെയും കുട്ടികളെയും മാതാപിതാക്കളെയുമെല്ലാം പിരിഞ്ഞു നിൽക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ പലവിധേന സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരുമെങ്കിലും മനസംയമനം പാലിച്ച് അത്തരം പ്രതിബന്ധങ്ങളെ നേരിടുന്നതിനായി സാധിക്കുന്നതാണ്. ഇവർക്ക് വരും വർഷത്തിൽ ജോലി സംബന്ധമായി മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് നിലവിൽ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായ ജോലി വരും വർഷത്തിൽ ചെയ്യേണ്ടി വരുന്നതായി കാണുന്നു. അത് ജോലിയിലെ പ്രമോഷൻ നിമിത്തമോ മറ്റോ ആകാം. 7ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ലെങ്കിലും ലഗ്നാധിപൻ 5ാം ഭാവത്തിൽ വരുന്നത് ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കും. പ്രണയബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടാകും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം 4ാം ഭാവത്തിൽ വരുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഈ സമയത്ത് പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. വ്യാഴം 5ാം ഭാവത്തിൽ വരുന്ന ജൂൺ മാസം മുതൽ സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. മക്കളുടെ കാര്യങ്ങളിൽ സന്തോഷവും അഭിമാനവും ഉണ്ടാകും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനായി ഇവർ കഠിനമായി പരിശ്രമിക്കുകയും അത്തരം കാര്യങ്ങളിൽ ഒരു പരിധിവരെ ഇവർ വിജയിക്കുകയും ചെയ്യും. ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. തന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെയുള്ള ആരുടെയെങ്കിലും വളർച്ചയിൽ വളരെയധികം അഭിമാനം തോന്നുകയും അവരെ പോലെ ആകണമെന്നുള്ള വലുതായ ആഗ്രഹം ഉണ്ടാകുന്നതുമാണ്. ഇവർക്ക് കടവും മറ്റും വന്നു ഭവിച്ചേക്കാവുന്ന സമയമാണെങ്കിലും അത്തരം കടത്തെ പ്രയോജനപ്പെടുത്തി പുതിയ വ്യവസായങ്ങളും വ്യാപാരങ്ങളും തുടങ്ങുന്നതിനും അതിൽ നിന്നും മെച്ചപ്പെട്ട ധനലാഭം നേടുന്നതിനുമെല്ലാം സാധിക്കും. ഭൂമി ക്രയവിക്രയങ്ങളിലും ഊഹക്കച്ചവടത്തിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി ലാഭം വന്നുചേരും. ബിസിനസ് സംബന്ധമായി വിദേശത്തേക്കും മറ്റും യാത്ര ചെയ്യേണ്ടതായ അവസരങ്ങളും ഉണ്ടാകും. വരുന്ന വർഷത്തിൽ ഇവർ തങ്ങളുടെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയോ മറ്റോ പല രീതിയിൽപ്പെട്ട സൗന്ദര്യവർദ്ധക വസ്തുക്കളും വസ്ത്രങ്ങളും ഉപയോഗിക്കുകയും താൻ ഒരു ധാരാളിയാണെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഒന്നിലധികം വിനോദയാത്രകൾ പോകാൻ ഇടയാകും എന്ന് വരാം. ശനി ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമായതിനാൽ പ്രകൃതിക്ഷോഭത്താൽ കൃഷി നശിക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത്. അതിനാൽ ഇൻഷുറൻസ് മുതലായ കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് ഗുണകരമായിരിക്കും. വരും വർഷത്തിൽ താല്പര്യമില്ല എങ്കിൽ കൂടിയും
നിർബന്ധപൂർവം രാഷ്ട്രീയപരമായ ചില സ്ഥാനമാനങ്ങൾ വഹിക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ അത്തരം സ്ഥാനം വഹിക്കുക വഴി ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇടയാകും. ജീവിതശൈലി രോഗങ്ങൾ മാറ്റുന്നതിനായി നിലവിലെ ചികിത്സയല്ലാതെ മറ്റു ചികിത്സകൾ തേടണമെന്ന് തോന്നുമെങ്കിലും പ്രസ്തുത കാര്യത്തിന് അലംഭാവം ഉണ്ടാകും. എന്നാൽ തന്റെ ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിനായി പുതിയ വ്യായാമ മുറകളും ജീവിത രീതിയും ഭക്ഷണശൈലിയുമെല്ലാം ഇവർ പിന്തുടരുന്നതിന് ഇടയാകും. ഇത് ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിന് ഇടയാക്കും. ഇവർക്ക് കടവും മറ്റും വന്നു ഭവിച്ചേക്കാവുന്ന സമയമാണെങ്കിലും അത്തരം കടത്തെ പ്രയോജനപ്പെടുത്തി പുതിയ വ്യവസായങ്ങളും വ്യാപാരങ്ങളും തുടങ്ങുന്നതിനും അതിൽ നിന്നും മെച്ചപ്പെട്ട ധനലാഭം നേടുന്നതിനുമെല്ലാം സാധിക്കും. ഭൂമി ക്രയവിക്രയങ്ങളിലും ഊഹക്കച്ചവടത്തിലും പ്രതീക്ഷിച്ച അതിനേക്കാൾ കൂടുതലായി ലാഭം വന്നുചേരും. ബിസിനസ് സംബന്ധമായി വിദേശത്തേക്കും മറ്റും യാത്ര ചെയ്യേണ്ടതായ അവസരങ്ങളും ഉണ്ടാകും. 2026 വർഷക്കാലയളവ് ഏഴര ശനിയുടെ ജന്മശനി ഘട്ടമാണ്. ഇത് മാനസിക സമ്മർദ്ദം, അലസത, ജോലികളിൽ കാലതാമസം എന്നിവയ്ക്ക് കാരണമായേക്കാം. കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ഫലം ലഭിക്കൂ. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും ആവശ്യമാണ്. ശനി 1-ാം ഭാവത്തിലും രാഹു 12-ാം ഭാവത്തിലും നിൽക്കുന്നത് കാരണം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ദീർഘകാല രോഗങ്ങൾ അല്ലെങ്കിൽ അലസത മൂലം ശരീരത്തിന് ക്ഷീണമുണ്ടാകാം. കേതു 6-ാം ഭാവത്തിൽ വരുന്നത് ശത്രുക്കളുടെ ശല്യം കുറയ്ക്കും. എന്നാൽ അവർ രഹസ്യമായി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. രാഹു 12-ാം ഭാവത്തിലായതുകൊണ്ട് ആത്മീയപരമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് ചെലവിന്റെ ദോഷഫലം കുറയ്ക്കും. വ്യാഴം അനുകൂല ഫലങ്ങൾ നൽകുന്നതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ശനിദോഷമാണ്. ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി. ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും. പക്ഷെ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദേവതയായ ശനിദേവനെ നിത്യവും പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശനിയുടെ അതിദേവതയായ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. മാത്രമല്ല നീലവസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഉചിതമാണ്. കൂടാതെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രാശിനാഥൻ വ്യാഴമായതിനാൽ വ്യാഴവും ഉത്രട്ടാതിയും വരുന്ന ദിവസങ്ങൾ നേരത്തെ തന്നെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ച് അത്തരം ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോ വിഷ്ണുവിന് പാൽപായസം വഴിപാട് കഴിപ്പിക്കുന്നതോ ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിലെ ദോഷദുരിതങ്ങൾ മാറി കിട്ടുന്നതിനുമെല്ലാം ഇടയാക്കും. കൂടാതെ തൊഴിൽ സംബന്ധമായി തടസ്സങ്ങൾ ഉള്ളവർക്കും വേണ്ട രീതിയിൽ തൊഴിലിൽ നിന്നും വരുമാനമില്ലാത്തവർക്കും മഹാവിഷ്ണുവിന് ഇത്തരത്തിൽ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അത്തരം ദുരിതങ്ങൾ നീങ്ങിക്കിട്ടുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവരോ ശാസ്താവിന്റെയോ ശനിയുടെയോ സ്തോത്രങ്ങളും മന്ത്രങ്ങളും നിത്യവും ജപിക്കാൻ സാധിക്കാത്ത ആളുകളുമാണെങ്കിൽ അവർ വർഷത്തിലൊരിക്കൽ 41 ദിവസം വ്രതമെടുത്ത് ശബരിമല ദർശനം നടത്തുന്നതും സ്ത്രീകൾ 41 ദിവസം വ്രതമെടുത്ത് ഗുരുവായൂരപ്പനെ തൊഴുന്നതും ഉത്തമമാണ്. കാരണം ഭഗവാൻ കൃഷ്ണൻ ശനിയുടെ ആരാധ്യ ദേവതയായിരുന്നു എന്ന് മറക്കരുത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.